എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വരട്ടി കൊടുക്കാം. ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വരട്ടി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണം. സവാള നല്ല രീതിയിലൊന്ന് വാടിക്കിട്ടണം. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സവാള ഇതുപോലെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്കുംബറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുക്കുംബർ ഒരുപാട് വെന്ത് കിട്ടണമെന്നില്ല. അങ്ങനെ ചെയ്താൽ ഒരുപാട് സോഫ്റ്റായി പോകും. അതുകൊണ്ടാണ്. ഇതിന് പകരം നമുക്ക് വെള്ളരിക്കയും ഉപയോഗിക്കാം. പക്ഷേ കുക്കുംബറും വെള്ളരിക്കയും തയ്യാറാക്കുന്നത് രണ്ട് ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ കുക്കുംബറിൽ തയ്യാറാക്കുമ്പോഴാണ്. നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. വെള്ളം ചേർക്കാതെ തന്നെ വേണം നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കുക്കുംബറൊക്കെ ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറിയ രീതിയിൽ മാറി കിട്ടണം. ഇതിപ്പോൾ ചെറിയ രീതിയിലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമ്മളുടെ അളവിനനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതിയാകും. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് താളിച്ചു കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് താളിക്കുന്നതിനായി നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വേണ്ടത് ഇതിലേക്ക് പച്ചമുളകാണ്. നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള എരിവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അല്പം കറിവേപ്പിലയാണ്. നമ്മുടെ താളിപ്പൊന്ന് കറക്റ്റായി റെഡിയായി കഴിഞ്ഞാൽ നമുക്കിത് സലാഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.